ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഋതുവിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇന്ന് രാവിലെയാണ് തെളിവെടുപ്പ് നടത്തിയത്. ആക്രമണത്തിൽ ജിതിൻ കൊല്ലപ്പെടാത്തതിൽ നിരാശയുണ്ടെന്ന് പ്രതി മൊഴി നൽകി. നാട്ടുകാർ പ്രതിഷേധിക്കാൻ സാധ്യതയുള്ളതിനാൽ തെളിവെടുപ്പ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുകയായിരുന്നു. പ്രതി ഋതുവിനെ സ്വന്തം വീട്ടിലും കൊലപാതകം നടന്ന വീട്ടിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. കൊലപാതകത്തിൽ പ്രതിക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും ശാസ്ത്രീയ തെളിവുകൾ, ദൃക്സാക്ഷി മൊഴികളടക്കം പരമാവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പറഞ്ഞു. അത് നമുക്ക് കൃത്യ വീട്ടിൽ നിന്ന് നമുക്ക് CCTV ഫുട്ടേജുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രതിയുടെ കൃത്യത്തിനുള്ള വരുന്നതും പോകുന്നതും ഒക്കെ കൃത്യമായ വിസിബിളായിട്ടുള്ള വിഷ്വൽസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനൊക്കെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള തെളിവുകളും നമ്മൾ കോടതിയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ വളരെ സ്പീഡായിട്ട് ഫാസ്റ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 60% അന്വേഷണം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ആളുടെ പുരോഗതി കൂടി കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അക്രമത്തിൽ ജിതിൻ കൊല്ലപ്പെടാത്തതിൽ നിരാശയുണ്ടെന്ന് പ്രതി മൊഴിയിൽ പറയുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ആദ്യഘട്ട അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. കൈരളി ന്യൂസ്, കൊച്ചി.